നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, 10 things you must do on your everyday life. നമ്മുടെ 10 കാര്യങ്ങൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ. ആദ്യമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 2 സെഷന്റെ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും സെഷൻസിന്റെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. അത് കാണുക. അപ്പോഴാ ഒരു ഫോളോ അപ്പ് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഇന്നലെ ലാസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്ന ടൈം മാനേജ്മെന്റിനെ പറ്റിയായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ബിൽഡ് യുവർ നോളജ്. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇപ്പോ കഴിഞ്ഞ ഒരു ടോപ്പിക് കഴിഞ്ഞ ദിവസത്തെ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് എന്നും പറയുന്ന പോലെ തന്നെ മാക്സിമം വീഡിയോ ഓൺ ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ല തോന്നുന്നുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡ് യുവർ നോളജ്. അടുത്ത പോയിന്റ് എന്താണ്? ബിൽഡ് യുവർ നോളജ്. നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ നോളജിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇംപ്രൂവ് ചെയ്യുക. ആക്റ്റീവ് ലേണിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഒരു ഭാഗമാണ് ബിൽഡ് യുവർ നോളജ്. എപ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അറിവിന് വേണ്ടി ദാഹിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ അറിവിന് വേണ്ടി വിശക്കുക എന്ന് പറയുന്ന പോലെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും അത് നമുക്ക് നഷ്ടാവില്ല. നമ്മുടെ എവറി ഡേ ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കണം. സംതിങ് ന്യൂ ലേൺ ചെയ്യുക, പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ദൃഢത വരുത്ത പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ ലാംഗ്വേജ് ആകാം, സ്കില്ലാവാം, എന്തും ആവാം. 1 minute. ഓക്കെ, പുതിയ ലാംഗ്വേജ് ആയിരിക്കാം, സ്കില്ലായിരിക്കാം, ടെക്നോളജി ആവാം. അങ്ങനെ ഡെയിലി നമുക്ക് അവൈലബിൾ ആയിട്ട് അല്ലാതെ ഒന്നുമില്ല. മേ ബി സം റെസിപ്പീസ് അതും ആവാം. യെസ്, എല്ലാവരെയും കൊണ്ട് സാധിക്കും. എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു ഇറ്റ്. നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പുതിയ ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും. എത്രത്തോളം ലാംഗ്വേജസ് നമ്മുടെ വേൾഡിൽ അവൈലബിൾ ആണ്, ഉണ്ട്. പല സ്ലാങ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലെ, നമ്മള് ചില സുഡാനികളൊക്കെ വളരെ കൃത്യമായി പച്ച മലയാളം പറയുന്നത് കേട്ടിട്ടുണ്ട്. അറബികൾ പച്ച മലയാളം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അറബികള് പച്ച മലയാളം പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില സുഡാനികൾ പച്ച മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അല്ലെ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മലയാളികൾ പറയുന്നതിനേക്കാൾ വളരെ കൃത്യമായ മലയാളം സംസാരിക്കുന്നവരുണ്ട്. അവരെങ്ങനെയാ അത് പഠിച്ചേ? ലേൺ ചെയ്തു. അവരാ കാര്യങ്ങള് ലേൺ ചെയ്തു. ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ദിവസം കൊണ്ടായിരിക്കില്ല, അവർ ഡെയിലി പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് അവരത് നേടിയെടുത്തത്.
സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അപ്ഡേറ്റഡ് ആകുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ടെക്നോളജി ബേസ്ഡ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതും നമ്മുടെ നോളജ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ പറ്റിയെല്ലാം ഒരു ധാരണ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? നമ്മുടെ നോളജ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. Am I right? Yes or no? Yes. Okay. Yes or no? നമ്മുടെ നോളജ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഡെയിലി നടക്കുന്ന കാര്യങ്ങളിൽ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. ഇന്ന് എന്തെല്ലാം നടക്കുന്നുണ്ട്? ലോകത്തിന്റെ എല്ലാ കോണിലും നടക്കുന്ന കാര്യം നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അറിയാൻ പറ്റും. ടെക്നോളജി വളർന്നു കഴിഞ്ഞു. വിത്തിൻ സെക്കൻഡ്സ് ആ ഒരു മൊമെന്റിൽ തന്നെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതെല്ലാം വീക്ഷിക്കുക, നിരീക്ഷിക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ നോളജ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു, ലേൺ ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ അച്ചീവ് ചെയ്യും, നമ്മൾ കൂടുതൽ ഏൺ ചെയ്യും. പുതിയ ടെക്നോളജിയെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? ലേൺ ചെയ്യാണ്. സോ നമുക്ക് പുതിയ ഐഡിയകൾ അച്ചീവ് ആയി, പുതിയ ഐഡിയകൾ കിട്ടി, നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തു. യെസ്, ChatGPT യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഫ്രണ്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ChatGPT. നമുക്ക് ആ ChatGPT ബേസ് ചെയ്തിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കറക്റ്റ് ആയാൽ മതി. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ChatGPT തരും. സംടൈംസ് എന്നാലും നമ്മളവിടെ ഫിൽട്ടർ ചെയ്യണം, നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, ChatGPT തരുന്നത് കംപ്ലീറ്റ്ലി എടുത്ത് വരികയല്ല, നമുക്കവിടെ ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാലും നമുക്കവിടെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോംപ്റ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാര്യം കൃത്യമായിട്ട് അവർ തരും. സോ അത് നമ്മൾ നോളജ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നതിന്റെ ഭാഗമാണ്. നമുക്ക് കുറച്ചുകൂടി ഈസിയബിൾ ആവുകയാണ്. ദെൻ നമുക്ക് അത് ഫിൽട്ടർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് ടെക്നോളജി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെക്നോളജീസ് ആണ്, ഒന്നല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ കൂടുതൽ പഠിക്കുന്നു, മോർ അച്ചീവ് ചെയ്യും, മോർ ഏൺ ചെയ്യും. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് കണക്ഷൻ കൂടും, കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റും, കൂടുതൽ ആളുകളെ അറിയാൻ പറ്റും, കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരു ഇത് പറയാണ്. ഇപ്പൊ ഇന്നലെ സെഷനിലെ ഒരു ഫീഡ്ബാക്കിന്റെ, ഇന്നലെ 2 ദിവസം മുന്നേ ഒരു സെഷന്റെ ഫീഡ്ബാക്കിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്ന പല കാര്യങ്ങളിലും ബിയോണ്ട് ദ ടോപ്പിക് അല്ലാത്ത കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു ഫീഡ്ബാക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അങ്ങനെ വരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ബിയോണ്ട് ദ ടോപ്പിക്കിന്റെ അപ്പുറത്തോട്ട് അതല്ലാത്ത കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് ഞാനും മനഃപൂർവ്വം ഇന്റൻഷനലി ഓക്കെ ഞാൻ ഇന്നയൊക്കെ കാര്യങ്ങൾ പറയണം, അതിന് ഈ രീതിയിൽ എക്സാമ്പിൾസ് പറയണം എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നതല്ല. ഐ ഹാവ് എ ടോപ്പിക്. ഓക്കെ, എനിക്കൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചു. സം പോയിന്റ്സ് ആർ റിട്ടൺ, കുറച്ച് കാര്യങ്ങൾ റിട്ടൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബിയോണ്ട് ദാറ്റ്, അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ പറയുന്ന എക്സാമ്പിൾസ്, നമ്മൾ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം കംപ്ലീറ്റ്ലി റിട്ടൺ അല്ല, കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് അല്ല. പിന്നെ എങ്ങനെ അത് സാധിച്ചു? അല്ലേ, കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് അല്ലാത്ത കാര്യം, കംപ്ലീറ്റ്ലി റിട്ടൺ അല്ലാത്ത കാര്യം, വാക്കുകൾക്ക് വേണ്ടി ഒരുപാട് പരതാൻ വേണ്ടി നടക്കേണ്ടി വരുന്നില്ല. പെട്ടെന്ന് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് എന്താണ്, പ്രാക്ടീസ് ആണ് ഫസ്റ്റ്. ആൻഡ് ദ അതർ തിങ് ഈസ്
നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തോ വെറുതെ ഇരിക്കുന്ന സമയത്തോ എപ്പോഴും ഡെയിലി ലൈഫിൽ എന്റെ റുട്ടീന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സമകാലിക വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം. ഡെയിലി എന്താണോ നടക്കുന്നത് അതിനെ അപ്ഡേറ്റ് ചെയ്യുക. സംടൈംസ് ഞാൻ ഒന്നും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കില്ല, പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നുണ്ടാവില്ല, കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന്റെയൊക്കെ മുമ്പ് എപ്പോഴും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ, സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവോ പോസിറ്റീവ്, ടെക്നോളജീസ്, ഇതിനെ പറ്റിയൊക്കെ നമുക്കൊരു ഓവർവ്യൂ, മുഴുവനായിട്ട് നമുക്ക് അതിനെ പറ്റി അറിയുമെന്നല്ല, പക്ഷെ മൊത്തത്തിലൊരു ധാരണ കിട്ടും. അങ്ങനെ അതിനെപ്പറ്റി, ആ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്കൊരു അഭിപ്രായം ഉണ്ടാവും. ഏത് തരം കാര്യത്തിൽ, പൊളിറ്റിക്സ് ആണോ, പൊളിറ്റിക്സും നമ്മൾ വീക്ഷിക്കും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു മൊത്തത്തിലൊരു ഓവർവ്യൂ, എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിൽഡ് യുവർ നോളജ് ഒരു ഭാഗമായിട്ട് നമുക്ക് അത് ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ബൈ ഗോഡ് ഗ്രേസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. കാരണം എന്റെ ചെറു പ്രായത്തിൽ എനിക്ക് വന്നൊരു ശീലമാണത്. സ്കൂൾ കാലഘട്ടങ്ങളിൽ വന്നിരുന്ന ഒരു ശീലമാണ് സ്ഥിരമായ പത്രം വായന. ആ ഒരു സമയത്തെ പറ്റി ഞാൻ ഇപ്പോഴും ചില സമയങ്ങളിൽ ആലോചിക്കാറുണ്ട്. ഇന്ന് എനിക്ക് ആ ശീലമല്ല, ഞാൻ ഇന്ന് പത്രം വായിക്കാറൊന്നുമില്ല. പക്ഷെ അന്ന് ആ ഒരു കാലത്ത്, ഒരു 10-12 വർഷം മുന്നേ, നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളില് ഒരു ദിവസം പത്രം വായിക്കാതിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ ദിവസം എന്റെ പൂർണ്ണമായിരുന്നില്ല. എന്റെ രാവിലെ തുടങ്ങുന്നത് ഈ പത്രം വായനയിലൂടെ ആയിരുന്നു. അന്ന് ഒരു പക്ഷെ ഇതൊക്കെ ആയിരിക്കും, ഇന്നത്തെ പോലെ ടെക്നോളജീസ് ഒന്നും മാത്രം വളർന്നിട്ടില്ല, നമുക്ക് TV മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമുക്ക് അന്ന് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു ധാരണ കിട്ടണമെങ്കിൽ, അറിയണമെങ്കിൽ പത്രം വായിക്കണം. അതൊരു ശീലമായി മാറി, ചെറിയ പ്രായത്തിലേ അതൊരു ശീലമായി മാറി. ഓക്കെ, എല്ലാ ദിവസവും പത്രം അവൈലബിൾ അല്ല. നമുക്ക് ഹോളിഡേയ്സിൽ പത്രം ഉണ്ടാവില്ല. പബ്ലിക് ഹോളിഡേയ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് പത്രം ഉണ്ടാവില്ല. അന്ന് ഞാൻ എന്ത് ചെയ്യും, അന്ന് നമ്മൾ എന്ത് ചെയ്യും, തലേ ദിവസത്തെ പത്രം എടുത്ത് വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് എന്തെങ്കിലും തിരക്കാണ്, ഇന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും വിഷയം ബേസ് ചെയ്തിട്ട് നമുക്കത് പറ്റിയില്ല, നെക്സ്റ്റ് ഡേ അത് കംപ്ലീറ്റ് ചെയ്യുക. ഈ രീതിയിലൊക്കെ ഒരു ക്രേസ് ആയിട്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നുമല്ല, പക്ഷെ ഒരു കുറച്ച് കാലത്ത്, കുറച്ചധികം വർഷത്തോളം എനിക്ക് വന്ന ഒരു ശീലം എനിക്ക് ഇന്ന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പല കാര്യങ്ങൾ വരുമ്പോഴും അന്ന് നടന്നിരുന്ന അല്ലെങ്കിൽ വായിച്ചിരുന്ന പല കാര്യങ്ങൾ, വാക്കുകൾ, ഇൻസിഡൻസ്, ഇതെല്ലാം മൈൻഡിൽ കയറി വരും. അപ്പൊ IAS വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ചെറിയ പ്രായം തൊട്ടേ പത്രം വായിക്കുക, ഡെയിലി നടക്കുന്ന കാര്യങ്ങളെ പറ്റി അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഒരു ഗുണമാണത്, ഞാനത് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ടെക്നോളജീസ് വന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ കൂടുതലായിട്ട് ഒന്ന് മൊബൈൽ ഫോണിലെല്ലാം അവൈലബിൾ ആയി. ആ ഒരു സമയത്തിന് ശേഷം പത്രം വായന എന്നുള്ളത് എന്റെ ലൈഫിൽ മാറിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയം ഈ പത്രം വായിക്കുക എന്നുള്ളതിൽ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ന്യൂസ് കാണുന്നതിലോട്ടായി. നമുക്ക് ലൈവ് ന്യൂസ് കാണാൻ വേണ്ടി TV ഉണക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി. അപ് ടു ഡേറ്റ് ആയിട്ട് അവിടെ ഈ ഓരോ ന്യൂസ് ചാനലിലും ഇതിങ്ങനെ കയറി വരുന്നുണ്ടാവും, അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ദെൻ നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴൊക്കെ ഇത് നമ്മുടെ ഫീഡിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും, ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടാവും, പലതരത്തിലുള്ള ചർച്ചകൾ നടത്തണം. വി ക്യാൻ ഫിൽറ്റർ ഇറ്റ്, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി കാണാം, എല്ലാതും വാരി വലിച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കാര്യം കിട്ടുന്നത്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ടൊന്നും ഒരിക്കലും സാധിക്കില്ല. ഇതൊക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് കൊണ്ട് ലഭിക്കുന്നതാണ്. ഒന്നും ചെയ്യാതിരുന്ന സമയത്തും ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്തും, അതായത് കരിയർ ബേസ്ഡോ സ്റ്റഡീസ് ബേസ്ഡോ ഒന്നും ചെയ്യാണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തു. സോ ദെൻ നമ്മൾ നെക്സ്റ്റ്
നമ്മുടെ ആ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ട്രാക്കിൽ കയറാൻ ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മൾ സ്ട്രൈറ്റ് ടു ട്രാക്ക് ആണ്. അവിടെ നമുക്ക് സ്റ്റെക്ക് വരുന്നില്ല. ഡയറക്റ്റ് ട്രാക്കിൽ കയറാൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ബിൽഡ് യുവർ നോളജ്. അതാണ് നമ്മൾ നോളജ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസം പോലും മുടക്കാതെ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറ്റാം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേടി പോകും. നമുക്ക് അതിന് അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവസരങ്ങൾ തേടി പോകും. ബിക്കോസ് നമ്മുടെ ഹാബിറ്റ് ആണ്, നമുക്ക് അത് ഇല്ലാതെ പറ്റില്ല. അങ്ങനെ നല്ല നല്ല ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, പണ്ട് കാലത്തുള്ള ഒരു പുസ്തകം വായിച്ചതിന് ഒരു ദിവസം ഒരു പുസ്തകം വായിക്കൽ നമ്മളെ ഒരു ഹോബി ആയിരുന്നു. പുസ്തകം വായന അത് എനിക്ക് പിന്നെ പൊതുവെ നോളജ് കിട്ടിയിട്ടില്ല, സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അക്ഷരം വായിച്ച് പഠിച്ചു തന്നെ പുസ്തകങ്ങളെ ആശ്രയിച്ചായിരുന്നു. അപ്പൊ അന്നത്തെ എല്ലാ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഏതാണ്ട് വായിച്ചിട്ടുണ്ട്. MT, പിന്നെ അതുപോലെ എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, അവരുടെ എല്ലാ കൃതികളും വായിച്ചു കഴിഞ്ഞ. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ദൃശ്യം വന്നപ്പോ നമ്മളിപ്പോ ഇമേജിങ്ങിന് പോലും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുപോയി. അതാ ഇന്നത്തെ ഏറ്റവും വലിയ അവസ്ഥ. അതെ, സത്യാണ്. പുസ്തകം വായിക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ പ്രത്യേകിച്ച് അന്നത്തെ ആ ഒരു പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്ന് പറയുമ്പോ അതിൽ നമ്മൾ സാമാന്യം കുറച്ച് വേർഡ്സുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അതൊരു നോവലോ ഒരു കഥയോ മാത്രമല്ല, അവിടെ ചിത്രീകരിക്കുന്നത് അന്നത്തെ സമൂഹം എന്തായിരുന്നു എന്നതിന്റെ ഒരു പ്രതിഫലനമാണ്. വെറും കെട്ടുകഥകളല്ല. അന്നത്തെ സമൂഹം, അന്നത്തെ ടെക്നോളജീസ്, അന്നത്തെ അവൈലബിലിറ്റീസ്, ഇതിനെ പറ്റിയൊക്കെ ഒരു ധാരണ നമുക്ക് കിട്ടുകയാണ്. അത് ഈ വായനയിലൂടെ നമുക്ക് കിട്ടും. ഓരോന്നും ഓരോ അറിവാണെന്ന് പറയുന്ന പോലെ ഓരോ സംസ്കാരങ്ങളടക്കം നമുക്ക് ഇതിൽ നിന്ന് വായനയിലൂടെ കിട്ടും. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പലതരത്തിലുള്ള ബുക്സ് അവൈലബിൾ ആണ്. നമുക്ക് ഫിൽറ്റർ ചെയ്ത് വായിക്കാം. അല്ലേ? ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആളുകൾ വരെ എപ്പോഴും ശീലമാക്കേണ്ട കാര്യമാണ് വായന എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിനാൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യിക്കുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന, ഫ്രസ്ട്രേഷൻ വരുന്ന ഒരു ഏരിയയാണ് ഫിനാൻസ്. ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഓക്കെ ആണെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓക്കെ എന്ന് പറയുന്നതായിരിക്കും, അല്ലേ? യെസ്, 90% ന്യൂസ് നെഗറ്റീവ് അല്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത് വി ക്യാൻ ഫിൽറ്റർ ഇറ്റ്. നെഗറ്റീവ് ന്യൂസ് ആണ് കൂടുതൽ ഇന്ന് അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഇന്ന് ഡെയിലി ഇവർ ഫോക്കസ് ചെയ്യുന്ന നെഗറ്റീവ് ന്യൂസ് ആണ്. അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് ആണ്. ബിക്കോസ് ഇപ്പത്തെ ആളുകളുടെ മെന്റൽ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൊസൈറ്റൽ ഫാക്ടറിന് വേണ്ടിയിട്ട് ഇവരുടെ ഒരു രീതിക്കാണ് ഈ നെഗറ്റീവ് ന്യൂസിന് ഇമ്പാക്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്യാം. നെഗറ്റീവ് ന്യൂസ് ആണ് കൂടുതൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. വൺസ് ഇൻ എ വീക്ക് ന്യൂസ് പേപ്പർ റീഡിങ് എപ്പോഴാണെങ്കിലും കിട്ടുന്നതൊന്നും നമുക്ക് നഷ്ടമല്ല. ചെറിയൊരു പേപ്പർ കട്ടിംഗ് ആണെങ്കിൽ പോലും നമുക്ക് നഷ്ടമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഈ നെഗറ്റീവ് ന്യൂസ് അവൈലബിൾ ആണ്, കൂടുതലായിട്ട് ഈ നെഗറ്റീവ് ന്യൂസാണ് കിട്ടുന്നത്. അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളുണ്ട്. പക്ഷെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളും നമ്മൾ അറിയണം. നമ്മൾ ഓക്കെ ഇന്ന് ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെപ്പറ്റി എനിക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ പറ്റി നമുക്കറിയില്ല. അപ്പൊ അതിനെപ്പറ്റിയും നമുക്കൊരു ധാരണ വേണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഡെയിലി നടക്കുന്ന ഈ നെഗറ്റീവ് ന്യൂസിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൊലപാതകം നടന്നു, ഓക്കെ ഇന്നൊരു സംഭവം നടന്നു, അതിന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ അതിന്റെ പിന്നാലെ ഇപ്പോ മീഡിയാസ് ഒക്കെ പോകുന്ന പോലെ അവരെവിടെ ഇരുന്നു, എങ്ങോട്ട് പോയി, എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, അവരുടെ ഫാമിലി എങ്ങനെയായിരുന്നു, ഇങ്ങനെ അതിനെ കീറി മുറിച്ച് പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു വിഷയം എന്താണ് എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ധാരണ കിട്ടുക. ദെൻ അടുത്ത കാര്യം എന്താന്ന് നോക്കുക. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കീറി മുറിച്ച് അത് കഴിയുന്നത് വരെ അതിന്റെ പിന്നാലെ ആയിരിക്കും. ന്യൂസ് തുറന്നാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ, കാര്യങ്ങൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ അറിയണം. എല്ലാ കാര്യങ്ങളും, വേൾഡ് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം, അറിയണം, ഫിൽറ്റർ ചെയ്യണം.
അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്യണം. കുറച്ച് സമയത്തിലധികം നമ്മൾ ഈ യൂട്യൂബിൽ ഒക്കെ ഉള്ള ഒരു സെർച്ച് ഹിസ്റ്ററി പോലെ നമ്മൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഒരു കാര്യമായിട്ട് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ഫീൽഡിൽ എന്താണോ ഉള്ളത്, നമ്മൾ എങ്ങനെയാണോ ഫിൽട്ടർ ചെയ്യുന്നത് അതിനനുസരിച്ച് അവര് നമുക്ക് ഫിൽട്ടർ ചെയ്ത് തരും. ദെൻ അൺവാണ്ടഡ് തിങ്സ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്, അത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് തരും. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് അൺവാണ്ടഡ് തിങ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇതൊക്കെ കുറച്ച് കാലത്തിലധികം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുക. അവരും ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങും. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരെപ്പോഴും ഇമിറ്റേറ്റിംഗ് ബിഹേവിയർ ആണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് ഒരു റോൾ മോഡലായിട്ട് പോണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അവർ ചെയ്യും എന്നുള്ള ഒരു ധാരണ നമുക്ക് എപ്പോഴും വേണം. അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മളും മുന്നോട്ട് പോവാന്. നമ്മൾ പോസിറ്റീവായിട്ടാ പോകുന്ന വെച്ചാൽ ഡെഫിനറ്റ്ലി അവരും പോസിറ്റീവായിട്ട് വരും. നമ്മൾ നെഗറ്റീവാണ്, ഫുൾ ടൈം നെഗറ്റീവായിട്ടാ പോകുന്നത്. ടോക്സിസിറ്റി ആണ് നമ്മുടെ എക്സ്ട്രീം ലെവൽ. ദെൻ അവരും ടോക്സിക് ആവും. അപ്പോ അതിനാണ് ഞാൻ പറഞ്ഞത് ഫിൽട്ടർ ചെയ്യാന്ന് പറയുന്നത്. ഫിൽട്ടർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കുറെ മാറി കിട്ടും. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ഫിനാൻസ് ആണ്. നമുക്ക് ഡെയിലി അറ്റൻഷനും ഇംപ്രൂവ്മെന്റ്സും വേണ്ട ഒരു കാര്യമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരു ദിവസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ഡെയിലി. ഇൻ കേസ് ഓഫ് ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന എക്സ്പെൻസ് എന്താണ്, നമുക്കുള്ള എക്സ്പെൻസ് എന്താണ്, ഇൻകം എന്താണ്, പ്രോഫിറ്റ് എന്താണ്, ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, ടാലി ചെയ്യണം. ഇന്ന് വേണ്ട നാളെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോസ് വരും. ഡെയിലി നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമാണ്, നോക്കേണ്ട കാര്യമാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്കും എങ്ങനെയെന്ന് വെച്ചാൽ ഹൗ ടു ഏൺ ഇറ്റ് എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് ഇത് ഏൺ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയാം. പക്ഷെ എങ്ങനെ ഇത് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് നമുക്ക് വരും. ഏൺ ചെയ്യുന്നത് എന്താണോ അതിനേക്കാൾ എക്സ്പെൻസ് നമുക്ക് വരും. അപ്പൊ നമ്മൾ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, ചെലവാക്കാൻ തുടങ്ങും. സോ പിന്നെ നമുക്കത് തികയാതെ വരും. അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ആൻഡ് ഇറ്റ് വിൽ ടേൺസ് ടു സ്ട്രഗിൾ. നമ്മുടെ മനസ്സമാധാനം കംപ്ലീറ്റ്ലി പോകും, നമ്മുടെ മുഴുവനായിട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്ത് വേണം, നമ്മളൊരു അസസ്മെന്റ് നമുക്ക് വേണം. നമുക്ക് എന്താണ് നമ്മുടെ പ്രോഫിറ്റ്, നമ്മൾ എന്താണ് ഏൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് എന്ത് വേണം, ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കണം. നമ്മുടെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഏൺ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് അതിന്റെ ഒരു സ്മാൾ പെർസെന്റേജ് നമ്മൾ സേവിങ്സിനോ ഇൻവെസ്റ്റിനോ വേണ്ടി മാറ്റി വെക്കുക. ഒരു സ്മാൾ പെർസെന്റേജ് മാറ്റി വെക്കുക, ബാക്കി എന്ത് ചെയ്യാം, ചുരുക്കിയെടുക്കുക. അതേസമയം എപ്പോഴും എന്ത് ചെയ്യുക, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കരുത് നമ്മുടെ എക്സ്പെൻസ്. നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആൾസോ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ദിവസം എത്ര രൂപ ചെലവാക്കുന്നു എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ക്യാഷ് ഈ രീതിയിലൊക്കെ നമുക്ക് പോകുന്നുണ്ട്. അത് അൺവാണ്ടഡ് തിങ്സ് ആണോ അല്ലെങ്കിൽ വാണ്ടഡ് ആണോ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കണം. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി ചെലവാക്കേണ്ട കാര്യമല്ല. അപ്പൊ അതിനെപ്പറ്റി ധാരണ കിട്ടാനാണ് ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കേണ്ടത്. അൺവാണ്ടഡ് തിങ്സ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് മാറ്റിക്കളയണം. നമുക്കത് വേണ്ടാത്ത കാര്യമാണ്. വേണ്ടാത്ത കാര്യത്തിന് നമ്മൾ വെറുതെ പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ, ഒരാവശ്യമില്ലാണ്ട് ചെലവാക്കി കളയേണ്ടല്ലോ. നമ്മുടെ ആവശ്യങ്ങൾക്കല്ലേ വേണ്ടത്. ബാക്കി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യും തോറും അത് മൾട്ടിപ്പിൾ ചെയ്യല്ലേ. സംടൈംസ് എക്സ്പെൻസ് ഈസ് കമ്മിങ്. നമുക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് എക്സ്പെൻസ് വരും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സേവിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് ബാധിക്കില്ല. കാരണം
ഓരോ പ്രാവശ്യം നമുക്ക് വരുന്ന എക്സ്പെൻസ് ഈ ഒരു സേവിങ്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാ പ്രാവശ്യവും ഒരുപോലെ ആയിരിക്കില്ല. ചില സമയങ്ങളിൽ ഇത് കൂടുതലായിട്ട് വരും, കുറഞ്ഞു വരും. പല രീതിയിലായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കുകയാണ്, സേവിങ്സിന് വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓവർ എക്സ്പെൻസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യില്ല. അതേസമയം നമുക്ക് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ്, നമ്മുടെ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആഫ്റ്റർ ദാറ്റ് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ സ്റ്റക്കായി പോകും. എന്ത് ചെയ്യണം? അങ്ങനെയാണ് ഈ ഒരു സ്റ്റക്കും സ്ട്രഗിളും ഒക്കെ വരുന്നത്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടാവുക, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് ഇത് എത്തുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇങ്ങനെ ഹൗ കം ഈ ഒരു രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഇതിന് അലേർട്ട് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കും തോറും നമ്മൾ എന്തായിക്കോളും, ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരും. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരേണ്ട കാര്യമാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം ഓക്കെ ആവും. ഫിനാൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അതിന്റെ ഒരു സ്മാൾ പോർഷൻ ആണ് പറഞ്ഞത് ഞാൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വൈഡ് ടോപ്പിക് ആണ്. ഓക്കെ, ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്മാൾ പോർഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഒരു ബഡ്ജറ്റ്, നമുക്ക് ഒരു ബഡ്ജറ്റ് ചെയ്യാം. ആ ഒരു ബഡ്ജറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് കൊണ്ടുപോവുക. ബാക്കി റെസ്റ്റ് ഓഫ് ദ മണി എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അത് ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് സമയം ചെയ്യുക. അപ്പൊ അതിനുശേഷം നമുക്ക് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭാഗം അവിടെ സേഫ് ആയി നിൽക്കും. അതിനുശേഷം നമുക്ക് വരുന്ന എക്സ്പെൻസോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളോ വരുമ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. എപ്പോഴും അതേപോലെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതോടുകൂടി ഒരു ബാക്കപ്പ് നമുക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ബാക്കപ്പിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചതിൽ നിന്ന് അല്ലെങ്കിൽ മാറ്റി വെച്ചതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒരു അതവിടെ സ്റ്റഡിയാക്കി വെക്കുക. ആദ്യമേ നമ്മൾ തൊടാൻ നിൽക്കരുത്. അത്രയും നമ്മൾ കുടുങ്ങുന്ന അവസ്ഥയിൽ മാത്രം എടുക്കുന്ന രീതിയിൽ അത് ആ ഒരു രീതിയിൽ ഒരു ബാലൻസിങ് നമുക്ക് വേണം. ഈ ബാലൻസിങ് വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രഗ്ലിംഗ് ഒക്കെ കുറഞ്ഞു കിട്ടും. ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ഡേ ബൈ ഡേ അങ്ങനെ വരുള്ളൂ. ഓരോ ദിവസം കൂടുന്തോറും ഇതിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുള്ളൂ. ഒരു ദിവസം കൂടി ശരിയാവില്ല. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ ആളുകൾക്ക് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ആണ് വേണ്ടത്. കാരണം വെച്ചാല് ഉദാഹരണമായിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി വിചാരിക്കാം, അവർ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം കൂടി പർച്ചേസ് ചെയ്യുന്ന സംവിധാനമായിരിക്കും അവർ ചെയ്യേണ്ടാവുക. അപ്പൊ ഈ പോകുന്ന ആളുകൾക്ക്, അവിടെ കസ്റ്റമറായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, അല്ലെങ്കിൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? മിനിമലിസത്തിന് അതാണ് നമുക്ക് വേണ്ടത്. സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ ബിസിനസ് ട്രിക്കാണ്, അവരുടെ വേ ഓഫ് ഏർണിംഗ് മണിയാണ്. അതില് എത്രത്തോളം നമ്മൾ വാങ്ങണം, നമുക്ക് എന്താണ് അതിൽ ആവശ്യമുണ്ട് എന്നുള്ളത് ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ സ്മാർട്ട്നെസ് ആണ്. ബിക്കോസ് മണി നമ്മൾ വാങ്ങുന്ന സാധനത്തിന് നമ്മളാണ് പൈസ കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ആവശ്യകത എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അത് ക്വാളിറ്റി നോക്കി, നല്ലത് നോക്കി, നമ്മുടെ ഹെൽത്തും എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ. അപ്പൊ അതൊക്കെ നോക്കി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട്നെസ് ആണ്. അതാണ് ഓക്കെ, അതാണ് നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാണ്, ഒരേ സാധനം, ഒരു പ്രൊഡക്റ്റ് പല കമ്പനികളുടെ അവിടെ ഉണ്ടാവും, പല കമ്പനീസിന്റെ പ്രൊഡക്ട്സ് ഉണ്ടാവും. നമുക്ക് ഫിൽറ്റർ ചെയ്യാലോ. നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള, നമുക്ക് വിശ്വാസമുള്ള, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകും, ഓരോന്നും ഓഫർ ഉണ്ടാകും, ഓഫർ ഇല്ലാത്തത് ഉണ്ടാകും. ഇതെല്ലാം നോക്കി വാങ്ങാം. ഫാമിലി ബഡ്ജറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
ഓക്കെ, എന്റെ കിച്ചണിൽ ഈ ആ ഒരു സാധനങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ്. അൺവാണ്ടഡ് തിങ്സ് ഞാൻ ഉപയോഗിക്കാനേ പോകുന്നില്ല, വെറുതെ വാങ്ങി വെച്ചിരിക്കാൻ. എന്താ അതിന്റെ ആവശ്യം? എന്റെ ഫ്രിഡ്ജിൽ വെറുതെ കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കാനേ പോകുന്നില്ല. വല്ലപ്പോഴും മന്ത്ലി വൺസ് ഒക്കെ ഉള്ളൂ. പക്ഷെ എല്ലാ പ്രാവശ്യം സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇതൊരെണ്ണം വാങ്ങി വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടാ, കാണുന്നത് ഇഷ്ടാ. അതുകൊണ്ട് വല്ല ഉപകാരം അതെ ഉണ്ടോ? ഇല്ല. നമ്മുടെ പൈസ അങ്ങനെ നഷ്ടമായി പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ അതെ ഫിൽറ്ററിങ് നടന്നാൽ പോരെ? അതെ അതെ ആളുകൾക്ക് അത് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി. ഒരാവശ്യവുമില്ലാതെ യെസ്, ഫിനാൻഷ്യൽ ലിറ്ററസി. അതാ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഒരു സെഷൻ കൊണ്ടൊന്നും തീരില്ല. ഐ തിങ്ക് അതൊരു മാഡം കോഴ്സ് അതായത് ആയിട്ടൊക്കെ ചെയ്യുന്നത് അത്രയും എന്റെ ഇമ്പോർട്ടന്റ് ഒരു ആയിട്ടുള്ള കാര്യമാണ്. അഭിപ്രായം പറയട്ടെ. യെസ്, അതായത് പറഞ്ഞു. ഇപ്പൊ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്നുള്ളത് എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. കാരണം ജോബ്സ്, അതെ. ലാക്ക് ഓഫ് ജോബ്സ് ആർക്കും വരുന്നില്ല. അപ്പം ഓരോരോ സംരംഭകരും ഓരോ ദിവസം ഓപ്പൺ ചെയ്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ വിജയിക്കുന്നുള്ളില്ല. അപ്പോൾ ആൾക്കാരിപ്പം പർച്ചേസ് ചെയ്യുന്ന കൺസെപ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇവരെ ബിസിനസ് വിജയിക്കില്ലല്ലോ. അപ്പോൾ ഇല്ല. ആ ബിസിനസ് അവർ പൂട്ടിപ്പോവുകയല്ലേ. അപ്പോൾ ഡെയിലി നമ്മളെ നാട്ടിൽ ഓരോരോ ഹൈപ്പർ മാർക്കറ്റ് ആയാലും സൂപ്പർ മാർക്കറ്റ് ആയാലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ യെസ്. ഇവരെങ്ങനെ നിലനിൽക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആൾക്കാർ കൈമ പൈസ വരുന്നില്ല, ക്യാഷ് ആൾക്കാർ കൈമയിലേക്ക് വരാത്തത് കൊണ്ട് അവര് കടവും ലോണൊക്കെ എടുത്തിട്ടാണ് ഇത്രയും വലിയ ബിസിനസ്സുകൾ ഓപ്പൺ ആക്കുന്നത്. അപ്പൊ ആളുകൾ ഇപ്പം പർച്ചേസിങ് കൺസെപ്ഷനൊക്കെ കുറച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരിക്കലും പിടിച്ചിക്കാനാവില്ല. അപ്പൊ അവര് പക്ഷെ വലിയ വലിയ ആളുകൾക്ക് കുഴപ്പമില്ല. അവിടെ കമ്പനീസ് കൊണ്ടിട്ടാണ് പ്രൊഡക്റ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്കൊരു ലോസും വരുന്നില്ല. കാരണം എല്ലാം ഓരോരോ കമ്പനി വന്നിട്ട് അവർക്ക് ഏരിയക്ക് പൈസ കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ നമ്മളെ നാട്ടിലുള്ള ചെറിയ നാട്ടിൻ പ്രദേശത്തൊക്കെ നമ്മൾ തന്നെ തീർത്ത് സാധനം പർച്ചേസ് ചെയ്യണം. ഇപ്പൊ റെഡി ക്യാഷ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസം വരുന്ന സമയത്തോ ബില്ല് കൊടുക്കുന്ന രൂപത്തിൽ ആണ് അവര് ബിസിനസ് നടത്തുന്നത്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലേക്ക് ഇപ്പം പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്യാഷ് ഇപ്പോൾ ഒഴുകുന്നത് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ലാക്ക് ഓഫ് മണി. അപ്പോ അതിന്റെ ഒരു ക്രൈസിസ് എല്ലായിടത്തിലും ഉണ്ട്. കാരണം സ്ഥാപനങ്ങളിലൊന്നും ജീവനക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവർക്ക് കൃത്യമായ ഇൻകം വരാത്തത് കാരണം പല സ്ഥാപനങ്ങളും പല പ്രശ്നങ്ങളാണ്. ലോൺ എടുത്തിട്ടും പലരും പിരിച്ചുവിടുന്നുണ്ട്, കമ്പനികളെ സ്റ്റോപ്പ് ആക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതേ പ്രശ്നം തന്നെ വിദേശത്ത് നടക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അതിനൊരു സൊല്യൂഷൻ എവിടെയും ആവുന്നില്ല. ഇപ്പൊ പുതിയ പുതിയ സ്ഥാപനം വരുന്നത് കൊണ്ടോ ഗവൺമെന്റ് മാറുന്നത് കൊണ്ടോ ഒന്നും നമ്മളൊരു ക്യാഷിന്റെ പ്രശ്നം പരിഹരിച്ച് കിട്ടുന്നില്ല. നമ്മളെ വലിയ വിഷയമാണ് അത്. ഒരുപാട് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. നമ്മളിപ്പം പറഞ്ഞപ്പോ നമ്മളിപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ അത്യാവശ്യം അതേ ഒരു കൺസെപ്റ്റിനാണ് ഇപ്പം ഗൾഫിൽ ഇപ്പോ അറബികൾ ചെയ്യുന്നത്. അതിപ്പം അവര് ഒരു അടിച്ചുപൊളി ലൈഫായിരുന്നു ഇത്ര കാലം ജീവിച്ചിരുന്നത്. അപ്പോ ആ സമയത്ത് അവിടെ ബിസിനസ് നടത്തിയിരുന്ന മലയാളികൾക്കും മറ്റുള്ള ആൾക്കാരുകൾക്കും കണ്ടമാനം പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ഇന്നിപ്പോ അവർ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇപ്പം ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ കഴിക്കുന്നത്, ഒരു കുബൂസും ഒരു തൈരും കഴിച്ചാൽ പോരെ, കണ്ടമാനം ബിരിയാണിയും അതൊക്കെ എന്തിനു കഴിക്കുക. അവരിപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടുത്തെ സകല ബിസിനസ് സ്ഥാപനങ്ങളിൽ ആകെ കുബൂസ് മാത്രമേ ചെലവാകുന്നുള്ളൂ. അപ്പൊ അവിടെ അവർക്ക് ലോസാണ് സംഭവിക്കുന്നത്, ബിസിനസ് നടത്തുന്നവർക്കും പൈസ ഇറക്കിയവർക്കൊക്കെ. അതേ ഒരു ചിന്താഗതിയിലേക്ക് എല്ലാവരും പോകുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് വലിയൊരു വിഷയം തന്നെ നടക്കുന്നത്. ഇപ്പൊ ഈ ഒരു ചിന്താഗതി എല്ലാവരും പോകുന്നത് കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലം ഓൾ ഓവർ ദ വേൾഡ് ബാധിച്ചത് കൊണ്ട് എങ്ങനെയുണ്ട് ചെലവ് കുറയ്ക്കാൻ. ഇപ്പം മലപ്പുറം മനുഷ്യർക്ക് ഭക്ഷണം ഇപ്പം 3 നേരം ഒരു നാട്ടിലാണെങ്കിൽ 5 ചപ്പാത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മതി. ഒരു 2 ചപ്പാത്തി, ഉച്ചക്ക് 2 ചപ്പാത്തി, രാത്രി 2 ചപ്പാത്തി, അതിനൊപ്പം എന്തെങ്കിലും ഗ്രേവി ലേശം ഉണ്ടെങ്കിൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാം. ഈ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ ലോകം മൊത്തം മാറുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, അത് എന്താന്ന് വെച്ചാല് സാമ്പത്തിക മാന്ദ്യം എന്നാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു വിഷയം. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം ഇന്ന് തുടങ്ങിയതല്ല. അറൗണ്ട് ഒരു 20 ഇയേഴ്സ് തൊട്ടിട്ട് സാമ്പത്തിക മാന്ദ്യം ഇന്ന് ലോകത്തിൽ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു പ്രശ്നം തുടങ്ങിയത്. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണിത്. അത് ഗൾഫ് രാജ്യങ്ങളിലോട്ട് കടന്നു സാമ്പത്തിക മാന്ദ്യം, അത് ഇന്ത്യയിലോട്ട് വന്നു. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് ഒരുപാട് പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഉള്ളിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു വിഷയം
എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ബിസിനസ് മേഖലകളിലും, എല്ലാ സ്ഥലങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ പറവികളൊക്കെ മാറി പറഞ്ഞു മറ്റേ കുബൂസും തൈരും മതി, അല്ലെങ്കിൽ ഒരു സബാദി ഒരു കുബൂസ് അല്ലെങ്കിൽ ഒരു ഫൂലും തൂനിയും എടുത്താൽ മതി, ഈ രീതിയിലോട്ട് ഇവര് മാറ്റം വന്നു എന്ന് പറയണം. പക്ഷെ അതല്ല, ഇതാണ് ഒരു കൈൻഡ് ഓഫ് ബാലൻസിങ് എന്ന് പറയേണ്ടത്. അതായത് നമ്മുടെ എക്സ്പെൻസ് എന്താണോ, പല ആളുകൾക്കും പല രീതിയിലാണ് എക്സ്പെൻസ് വരുന്നത്. നമ്മൾ ഏൺ ചെയ്യുന്നത് എന്താണ്, പല ആളുകൾക്കും പല രീതിയിലാണ് ഏൺ ചെയ്യുന്നത്. എനിക്ക് ഇന്നൊരു 10,000 റുപ്പീസ് ആണ് എനിക്ക് ഡെയിലി ഇൻകം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് ഞാൻ എക്സ്പെൻസിനെ ക്രമീകരിക്കണം. 10,000 റുപ്പീസ് ഇൻകം ഉള്ള ഒരാള് 20,000 ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോകും. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ നമുക്ക് കിട്ടുന്ന ഇൻകം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം നമ്മൾ ചെലവാക്കരുത് എന്നല്ല. കയ്യിൽ ഒരുപാട് പൈസയുള്ള ഒരാള് ഈ പറഞ്ഞ പോലെ ബൂസിന്റെയും തൂരിന്റെയും അതേപോലെ ഫൂലിന്റെയും ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഹെൽത്ത് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്. അത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതേ ക്വാളിറ്റി ബേസ് നോക്കി വാങ്ങണം. പൈസ ലാഭം നോക്കി വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നോക്കി വാങ്ങാറില്ല. ഒരു കംപ്ലീറ്റ്ലി ഒരു പ്ലാൻ വേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഒരു സെഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് കൊണ്ടോ തീരില്ല. അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ വന്നു പോകുന്ന പ്രവാസികളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മുമ്പുള്ള കാലഘട്ടങ്ങളിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവര് പട്ടിണി കിടക്കുക. അതായത് ഒരു ദിവസം ഒരു കുബൂസോ ഒരു സബാദിയോ ഒക്കെ കഴിച്ച് ജീവിക്കുന്ന, വെറും ഒരു പരിപ്പ് കറി, ഈ രീതിയിൽ അവര് ജീവിക്കുക. ബാക്കി മുഴുവൻ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക, നാട്ടിലോട്ട് അയക്കുക. ഇതായിരുന്നു നടന്നു പോയിരുന്നത്. അതിനുശേഷം ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് അവര് നാട്ടിൽ നിർത്തി, അവരുടെ പ്രവാസ ജീവിതം നിർത്തി നാട്ടിലോട്ട് വരുമ്പോ ഇവരെങ്ങനെയാ വരുന്നത്, ഇവർക്ക് പ്രഷർ, ഷുഗർ, സകലമാന അസുഖങ്ങളുമായിട്ട് അവര് നാട്ടിലോട്ട് വരുന്നത്. പിന്നെ അവർ ആ ഒരു അസുഖം മാറ്റാൻ വേണ്ടി അതുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അതിൽ കുറെ നമുക്ക് നഷ്ടം വന്ന് ജീവിതവും ജീവനും എല്ലാം നഷ്ടം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുക. ആവശ്യമുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അൺവാണ്ടഡ് തിങ്സ് ഒഴിവാക്കുക. അൺവാണ്ടഡ് തിങ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലാണെങ്കിലും. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡെയിലി പുറത്തു പോയി ഫുഡ് കഴിക്കുന്ന ആളുകൾ അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നില്ലേ? ബിസിനസ് വൈസ് അവിടെ ഓക്കെ, ബിസിനസ് എന്താ ചെയ്യണം, അവിടെ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് ബിസിനസ് ആണ്, അവർക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നഷ്ടം നമുക്കാണ്. നമ്മുടെ ഹെൽത്ത് അവിടെ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ തന്നെ അതൊരു ബാലൻസിങ് വേണം. പിന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ട്, ആളുകൾക്ക് മാറ്റം വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ മാറ്റം വരുത്തുക, നമ്മുടെ പ്രൊഡക്ട്സിൽ മാറ്റം വരുത്തുക. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഇപ്പൊ നാട്ടുമ്പുറത്ത് വരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് അല്ല, ബിസിനസ് എന്ന് പറയുന്ന ഇപ്പൊ ശരിക്കും ട്യൂഷൻ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ബിസിനസ് മൊത്തം ചൂഷണം ചെയ്യപ്പെടുക. ഇപ്പൊ കസ്റ്റമർ ഏത് രൂപത്തിൽ, ഇപ്പം ഭക്ഷണത്തിലാണല്ലോ ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് തരുന്നത് വിഷമാണ്, അത് അവർ പറയുന്നില്ല. അപ്പൊ നമ്മൾ വിശപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ന്യൂ ടേസ്റ്റ് ആണ് തേടി നമുക്ക് പോകുന്നത്. പുതിയ ടേസ്റ്റ് നമുക്ക് വേണം, കാരണം വിശപ്പില്ലാത്തതുകൊണ്ട് ടേസ്റ്റിന് നമ്മൾ വെറൈറ്റി തേടുക. വിശപ്പുണ്ടെങ്കിൽ എല്ലാ ഭക്ഷണത്തിനും രുചി ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഭക്ഷണത്തിൽ ഏറ്റവും വലിയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ രോഗിയായി മാറുന്നു. ഓക്കെ, ഏത് മേഖലയിലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫിൽറ്ററിങ് വേണം. നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ വെൽത്തിനെ ബാധിക്കുന്ന തരത്തിലാവരുത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
അതോടൊപ്പം നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എല്ലാവരും എന്ത് ചെയ്യുക, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടെക്നോളജീസ് വളരുന്നതനുസരിച്ച് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, പുതിയ പുതിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ആളുകളുടെ പൾസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോ ഒരു നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, അറേബ്യൻ കൺട്രീസിലൊക്കെ കിട്ടുന്ന കുഴിമന്തി, മന്തി, ആ ഒരു സംഭവങ്ങള് അല്ലെങ്കിൽ ഫഹമ്, ഇതൊക്കെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നാട്ടിലെ രീതിയിലാണ് അവര് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടുത്തെ അതേ ടേസ്റ്റ് ബഡ്സിലല്ലല്ലോ ഇവിടെ കൊടുക്കുന്നത്. നമ്മളെ നാട്ടിലേക്ക് എടുക്കുന്ന അൽഫാം മന്തിയും കാര്യങ്ങളും നമുക്ക് അറേബ്യൻ കൺട്രീസിൽ കിട്ടും, മലയാളി ഹോട്ടലുകളിൽ കിട്ടും, ഇന്ത്യൻ ഹോട്ടലുകളിൽ കിട്ടും, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ നമുക്കത് കിട്ടും. ഒരു അറേബ്യൻ ഹോട്ടലിൽ പോയിട്ട് നമുക്ക്, അല്ലെങ്കിൽ അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ആ സെയിം നമ്മുടെ മലയാളി ടേസ്റ്റ് ബഡ്സിൽ വരുന്ന ഇവിടെ കിട്ടുന്ന അൽഫാം അവിടെ കിട്ടില്ല. ബിക്കോസ് അവരുടെ ടേസ്റ്റ് ബഡ്സ് അതാണ്, അവരുടെ ടേസ്റ്റ് ബഡ് അതാണ്, അതിനനുസരിച്ചിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് ഇത് കൊണ്ടുവന്നപ്പോ, നാട്ടിലേക്ക് ഈ ഒരു കാര്യങ്ങൾ, അത് എനിക്ക് തോന്നുന്നു നിതാക്കാതിന് ശേഷമാണ് കൂടുതൽ ഇത് വന്നത്. നിതാക്കാത്ത് വന്നു, ഗൾഫ് കൺട്രീസിൽ നിന്ന് ഒരുപാട് ആളുകൾ, സൗദിയിൽ നിതാക്കാത്ത് വന്ന് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഒരുപാട് ആളുകൾ നാട്ടിലോട്ട് വരുന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് ഇങ്ങനെ കുറെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലും വന്നത്. അപ്പൊ അത് സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയത്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇത് സുലഭമായത് അതിന് ശേഷമാണ്. അപ്പൊ അത് അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ഇടാതെ ഇവിടുത്തെ ആളുകളുടെ ടേസ്റ്റിനനുസരിച്ച് അതിൽ മാറ്റം വരുത്തിയിട്ടാണ് അവരത് നോക്കിയത്. ദെൻ അവിടെ അത് ക്ലിക്കായി. ഇന്ന് എവിടെ നോക്കിയാലും മന്തികളാണുള്ളത്. അൽഫാം മന്തി, ഷവായ, ഈ ഒരു രീതിയിലോട്ട് മാറി. നോർമൽ അറേബ്യൻ ഷവായിൽ നിന്ന് മസാല ഷവായിലോട്ട് മാറി. ഇതൊക്കെ എങ്ങനെയാ വന്നത്? ആളുകളുടെ പൾസിനനുസരിച്ച് ഇത് മാറ്റം വരുത്തുക ചെയ്തത്. ഓക്കെ, നിതാക്കാത്ത് വന്നു, അവിടെ പ്രശ്നങ്ങളാണ്, അവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ കരഞ്ഞിരിക്കാണ്ട് ഇവിടെ പുതിയ അടുത്ത കാര്യം ഇവര് സ്റ്റാർട്ട് ചെയ്തു. പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിൽ വന്നതിന് ശേഷം അടുത്ത കാര്യം ഇവര് സ്റ്റാർട്ട് ചെയ്തു, അവരെ ഐഡിയ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ കുറെ സക്സസ്ഫുൾ ആകും, കുറെ ലോസ് ആകും, പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി നമ്മൾ സക്സസ് ആവും, ഡെഫിനറ്റ്ലി അതിൽ മാറ്റം വരും, പ്രോഗ്രസീവ് ആകും. ഒരു പ്രാവശ്യം നമ്മൾ ആ ഫെയിലിയർ ആയി എന്നത് പറഞ്ഞുകൊണ്ട് വിടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്? അതെ അതെ. അല്ല, അതുപോലെ തന്നെ ഈ ഭക്ഷണം വിഷാന്ന് പറഞ്ഞു. ലോകത്തൊരു ഭക്ഷണവും വിഷയല്ല. നമ്മളതിന്റെ ഒരു കൺസെപ്ഷൻ ആണ് അതിന്റെ പ്രശ്നം. അതായത് ഇപ്പം ഡെയിലി ചിക്കൻ മന്തിയും മറ്റേ അൽഫാമും കഴിക്കുന്നതാണ് പ്രശ്നം. ഒരാഴ്ചക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഈ ഇങ്ങനത്തെ കഴിക്കാം. നമ്മളിപ്പം പണ്ടത്തെ ആൾക്കാർ ജീവിച്ച മാതിരി പൂർണ്ണ വെജിറ്റേറിയൻ ആയിട്ടൊന്നും ഇനി ഈ ലോകത്ത് നിന്ന് ഇനി ആരും ജീവിക്കില്ല. പക്ഷെങ്കിൽ നമ്മുടെ കൺസെപ്ഷൻ, അതായത് ഇപ്പം ഡെയിലി ഇതിപ്പം ചിക്കൻ ബിരിയാണിയും അൽഫാമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കണ്ടമാനം ഓയിൽസ് അങ്ങോട്ട് കയറുകയാണ്. അതാരും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ്. നമ്മൾ നല്ല രീതിക്ക് ചിന്തിച്ചാൽ അത് കുഴപ്പമില്ല. ഇതിപ്പോ ആഴ്ചക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഒരു പാർട്ടിക്ക് സമയത്തോ നമ്മളിതൊന്നും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ ഇന്നിപ്പോ മദ്യം സുലഭമാണ്, മദ്യം ഉപയോഗിക്കാത്ത ആൾക്കാരില്ല. അതിപ്പോ പലതും ഒഴിവാക്കിയിട്ട് ഇപ്പൊ മദ്യം കുടിക്കാണ്ട് പ്രശ്നം തന്നെയാണ്. ഇപ്പൊ മദ്യം ആയാൽ പോലും അപ്പൊ മുസ്ലിംസിന് മദ്യം ഹറാമാണ്, മറ്റുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം മാസത്തിലൊരു ചെറിയ അല്പം കഴിക്കുന്നുള്ള ഒരു പ്രശ്നമല്ല. പണ്ടേ ആൾക്കാർ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ചെറിയൊരു പാർട്ടി സമയത്തോ. പക്ഷെ അതിന് എന്തിനു സംഭവത്തിന് നമ്മൾ അഡിക്റ്റ് ആവുന്നതാണ് പ്രശ്നം. ഇന്നലെ നമ്മളെ കൈമിലേക്ക് പൈസ കൂടി വരുമ്പോ നമ്മള് ഭക്ഷണം, നമ്മളെ സാധാരണ ചോറ് കഞ്ഞി അതൊക്കെ ഒഴിവാക്കുക. അന്നേരം നമ്മള് പിന്നെ പൈസ നമ്മളെ കൈമിലേക്ക് മാസത്തിൽ 30,000 40,000 വരുന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മള് 30 ഉറുപ്പ്യന്റെ കഞ്ഞി 20 ഉറുപ്പ്യന്റെ പൂളാന്ന് ചിന്തിച്ചിട്ട് അപ്പം നമ്മൾ നേരെ പോകുന്നത് ഡെയിലി അൽഫാം, ഡെയിലി മന്തി, രാവിലെ നല്ല ഫാസ്റ്റ് ഫുഡ്. അതാണ് പ്രശ്നം. ഇതൊക്കെ നമ്മളെ ലൈഫിൽ നമ്മളിപ്പോ പോസിറ്റീവായി എടുക്കുക കുഴപ്പമില്ല. ഇപ്പൊ ഒരു മാസത്തിൽ ഒരു ദിവസമോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നല്ലതാണ്. നമ്മള് സ്ഥിരം നമ്മള് നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മളെ ടേസ്റ്റിനും നാവിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പോയിട്ട് ഒരു ബിരിയാണിയോ, പണ്ടേ നമ്മൾ തുടരുന്ന കാര്യമാണ്. അപ്പൊ കല്യാണ വീടുകളിൽ ബിരിയാണി ആയിരുന്നു അത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു കല്യാണത്തിനൊക്കെ ആയിരുന്നു ഒരു ബിരിയാണിയൊക്കെ കിട്ടുക. ആ സമയത്ത് നമ്മളത് വളരെ ടേസ്റ്റോടുകൂടി ആസ്വദിച്ചിരുന്നു. അന്നത്തെ ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, ഹെൽത്ത് പ്രശ്നമില്ലായിരുന്നു. അപ്പോ ഇതിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ കൺസപ്ഷൻ ആണ് മെയിൻ പ്രശ്നം. ഓവറായിട്ട് ഇതിന് അഡിക്റ്റ് ആവുക, അഡിക്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. അഡിക്ഷൻ എന്ന് അതെ, പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ന്യൂ ടേസ്റ്റ് തേടിക്കൊണ്ടിരിക്കുക നമ്മളെ തലമുറ. നമ്മളെ സംബന്ധിച്ചല്ല, നമ്മൾ ഇതെല്ലാം വളരെ പിന്നെ എന്ത് ചെയ്യും,
നമ്മൾ കെയർ ചെയ്യും. കാരണം നമ്മളിപ്പം എവിടെ പോയിരുന്നാലും ഇപ്പം നമുക്ക് ബിരിയാണി നമുക്ക് എല്ലാം നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് ബർഗർ നമുക്ക് ഇഷ്ടം, നമ്മളത് ചോദിച്ച് കഴിക്കുകയും ചെയ്യും. അതേ സ്ഥാനത്ത് നമ്മളെ കുട്ടികളുണ്ടല്ലോ, നമുക്കിപ്പോ 2 മക്കളുണ്ട്, അവർക്ക് നമ്മളിത് വീട്ടിൽ വെക്കുന്ന ഭക്ഷണം ഒരിക്കലും ടേസ്റ്റ് ആവുന്നില്ല. അവര് കഴിക്കുന്ന ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ന്യൂഡിൽസ്, മറ്റേ ബർഗർ, ഇതെല്ലാം ഓലിക്ക് വേണ്ടു. ഇത് കുട്ടികൾ കഴിച്ചിട്ടില്ല, നമുക്ക് ടെൻഷനാ. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു രൂപമാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരുടെ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ അതെ അതെ, നമ്മളിപ്പോ അത് കഴിഞ്ഞപ്പോ ചൂഷണം നമ്മളെ ഓക്കെ 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 അതൊക്കെയാണ്. പറഞ്ഞോളൂ. യെസ്, ചൂഷണങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാവും. ഭക്ഷണത്തിന്റെ മേഖലയിലാണ്, എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും ചൂഷണങ്ങൾ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മെച്യൂരിറ്റി ലെവലാണ്. ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നത്. കുട്ടികളുടെ കാര്യമാണെങ്കിലും വലിയവരുടെ കാര്യമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. കുട്ടികളെ നമുക്ക് കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പെൻസ് കുറക്കണം, ഈ രീതിയിലൊക്കെ പറയുമ്പോൾ പട്ടിണി അടക്കമല്ല ഉദ്ദേശം. കുബൂസും ചപ്പാത്തിയും തൈരും മാത്രം യൂസ് ചെയ്യാൻ, ചപ്പാത്തിയും കറിയും മാത്രം യൂസ് ചെയ്യുക, ഇതൊന്നല്ല ഉദ്ദേശം. ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഹെൽത്തിയർ ആയിട്ടുള്ള നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെൽത്തും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ വെൽത്ത് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഹെൽത്തിയർ ആയിട്ടല്ല പോകുന്നത്. നമ്മൾ ഈ എല്ലാം ഒരു ബാലൻസിങ് വേണം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തിയർ ആയിട്ടല്ല പോകുന്നുണ്ടെങ്കിൽ ഈ വെൽത്ത് എങ്ങോട്ടാ പോകുന്നത് നമ്മൾ അറിയാൻ പറ്റില്ല. കാരണം എപ്പോഴും നമുക്ക് അസുഖങ്ങളായിരിക്കും. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെൽത്ത് പോയിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? ചികിത്സിക്കണമല്ലോ, ചികിത്സിക്കണമെങ്കിൽ പൈസ വേണ്ടേ? എന്താണ് RCCയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ്? അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് നമ്മള് ഹെൽത്ത് എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ നമ്മളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. വി ആർ അഡൽട്സ്, നമുക്ക് ചിന്തിക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്. സോ നമ്മൾ ചിന്തിച്ചിട്ട് ഫിൽറ്റർ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് തിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഇതൊക്കെ അൺവാണ്ടഡ് തിങ്സ് ആണ്. അൺവാണ്ടഡ് തിങ്സിനെ മാറ്റുക, ഹെൽത്തിയർ ഓപ്ഷനിലോട്ട് പോകുക. ഓക്കെ, ഞാൻ ചോറും കഞ്ഞിയും മാത്രമേ കഴിക്കണം, അത് മാത്രമല്ല ഹെൽത്തിയർ ഓപ്ഷൻ. ഒരു കംപ്ലീറ്റ്ലി ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അത് നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അൺവാണ്ടഡ് തിങ്സിനെ ഒഴിവാക്കുക. കുട്ടികളുടെ കാര്യം വരുമ്പോൾ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ എന്താണോ ശീലിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവർ മാറും. ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അവര് ഇതെല്ലാം കണ്ട് വളരുകയാണ്. അവരെങ്ങനെയാ കാണുന്നത്? നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാ വളരുന്നേ. നമ്മുടെ കൂടെ അവര് വളരുന്നേ. നമ്മൾ ചെയ്യുന്നതും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതാണ് അവര് കാണുന്നത്. ഇന്റർനെറ്റ് അവൈലബിൾ ആണ്, യൂട്യൂബ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫുഡ് ബ്ലോഗിങ്. ഇതാണ് അവർ കാണുന്നത്. നമ്മൾ അവർക്ക് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഫീഡ് ചെയ്യുന്നത്. ഈ രീതിയിലാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ആ ഒരു വഴിയിലോട്ട് അവർ പോകും. അപ്പൊ ഓക്കെ, കുട്ടികൾക്ക് പിസ്സ കൊടുക്കണ്ട, ബർഗർ കൊടുക്കണ്ട, ഇതൊന്നും ഹെൽത്തി ഓപ്ഷൻ അല്ല. അങ്ങനെയല്ല. മന്ത്ലി അവർക്ക് ഇതൊക്കെ അറിഞ്ഞു വളരണം. അതെ, എല്ലാം അവർ അറിഞ്ഞു വളരണം. ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഈ ഒരു രീതിയിൽ വേണം പോവാന്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഫിനാൻഷ്യൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് ഒരു സെഷൻ തന്നെ എടുക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്തു. ഇതിനെ നമുക്കൊരു ടോപ്പിക് ആയിട്ട് ഒരു സെഷൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ദെൻ പേഴ്സണൽ ഡെവലപ്മെന്റ്. പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ഗ്രോത്ത് ആണ്. ലൈഫ് ഈസ് അബൌട്ട് ഗ്രോത്ത്. നമ്മൾ ദിവസം വളർന്നുകൊണ്ടിരിക്കുക. എവറി ഡേ വർക്ക് ഫോർ അവർ ബെറ്റർ വേർഷൻ. നമ്മുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേർഷന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യുക. പെർഫെക്ഷന് വേണ്ടിയിട്ടല്ല. എന്താണ്? ഇറ്റ്സ് അബൌട്ട് പ്രോഗ്രസീവ് ആകുക. നമ്മൾ പ്രോഗ്രസീവ് ആവുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. പെർഫെക്ഷൻ എന്നുള്ളത് മാറ്റി വെച്ചിട്ട്, പെർഫെക്ഷനിസം മാറ്റി വെച്ചിട്ട് പ്രോഗ്രസീവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക.
ദെൻ ഡെയിലി നമ്മൾ പ്രോഗ്രസ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സമയം എത്തുമ്പോഴേക്കും നമ്മൾ നല്ല മാറ്റങ്ങൾ വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. സെൽഫ് അവെയർഡ് ആവുക എല്ലാ കാര്യങ്ങളിലും. ഫിനാൻഷ്യൽ ആണോ, ആറ്റിറ്റ്യൂഡ് ആണോ, നമ്മുടെ നോളജിനാണോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണോ, ഏത് കാര്യത്തിൽ വന്നാലും എന്ത് വേണം, സെൽഫ് അവയർനെസ് നമുക്ക് വേണം. നമ്മൾ എന്താന്നുള്ളത് നമ്മൾ അറിയണം. അതിനുശേഷം നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. നമ്മളിൽ അൺവാണ്ടഡ് തിങ്സും വാണ്ടഡ് തിങ്സും ഒക്കെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സെൽഫ് അവെയർഡ് ആയിരിക്കണം. അപ്പൊ അതിനെപ്പറ്റി ഏൺ ചെയ്യുക, പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക, ഇമോഷണൽ ഇന്റലിജൻസിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ എങ്ങനെ നമ്മുടെ വൈകാരികത നിയന്ത്രിക്കുക, ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെയും എന്തുണ്ട്, വാണ്ടഡ് തിങ്സ് ആൻഡ് അൺവാണ്ടഡ് തിങ്സ് ഉണ്ട്, നമുക്ക് അതിനെ ഫിൽറ്റർ ചെയ്യാം. അതിന് ഇമോഷണൽ ഇന്റലിജൻസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്തിട്ട് കൊണ്ടുപോവാം, ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുത്താം. ദെൻ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മോർ സ്ട്രോങ്ങർ ആക്കുക ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്ട്രോങ്ങർ ആക്കും. എക്സാമ്പിൾ അറിയോ? ഇമോഷണൽ ഇന്റലിജൻസിന്റെ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിട്ട് പോകുന്ന ഒരാളാണ്. ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ അഗ്രസീവ്നെസ് കുറഞ്ഞു കിട്ടും. ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അഗ്രസീവ്നെസ് നമുക്ക് കുറഞ്ഞു കിട്ടും. കാരണം നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുകയാണ്, നമ്മുടെ വൈകാരികമായിട്ട് അതിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ സംസാരിക്കണം, നമുക്ക് എമ്പതി എങ്ങനെ വേണം, നമ്മൾ എമ്പതിയോട് കൂടി എങ്ങനെ സംസാരിക്കും, ഈ ഒരു രീതിയിലൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അത് റിഫ്ലക്ട് ചെയ്യും. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ അഗ്രസീവ്നെസ് നമ്മുടെ ലൈഫിൽ നിന്നും മാറും, കോൺഫ്ലിക്ട്സ് നമ്മുടെ ലൈഫിൽ നിന്നും മാറും. ഓക്കെ, ദെൻ പർപ്പസ്. എന്താണ് പർപ്പസ്? നമ്മുടെ ആവശ്യം എന്താണ്? പർപ്പസ്, നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊരു ലക്ഷ്യത്തിലേക്ക് എത്തും, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവും. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ വാല്യൂസ്, ഇതെല്ലാം പർപ്പസിന്റെ ഭാഗമാണ്. അപ്പൊ ഓക്കെ, നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരാളാണ്, ബിസിനസ്സിൽ അയാൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്, പക്ഷെ അയാൾ ഹാപ്പി അല്ല. എന്തുകൊണ്ട് സംഭവിച്ചു? അയാൾ ബിസിനസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്, സക്സസ്ഫുൾ ആണ്, നല്ലപോലെയാണ് ചെയ്യുന്നത്, പക്ഷെ അയാളുടെ ലൈഫിൽ അയാൾ ഹാപ്പിയാണ്. ബിക്കോസ് അയാളുടെ പേർപ്പസ് അതല്ല. അയാൾക്ക് എല്ലാം ഉണ്ട്, പണമുണ്ട്, പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. സോ നമ്മളെപ്പോഴും പറയുന്ന പോലെ വാല്യൂസിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആ ഒരു പേർപ്പസ് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ കരിയർ ആണോ നമ്മുടെ പേർപ്പസ്? നമ്മുടെ ഡ്രീം ആണോ? നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം, അതിനെല്ലാം വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഒരെണ്ണം ഒഴിവാക്കിക്കൊണ്ട് ആവരുത് മറ്റൊന്നിലേക്ക് പോകേണ്ടത്. ഒരു രീതിയിൽ നമ്മുടെ പേർപ്പസ് എന്താന്നുള്ളത് അറിയാം. ലാസ്റ്റ് വൺ, ഗ്രേറ്റ്ഫുൾ. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് ഗ്രേറ്റ്ഫുൾ ആവുക, മറ്റുള്ളവരോട് ഗ്രേറ്റ്ഫുൾ ആവുക, മറ്റുള്ളവരുടെ മറ്റു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ നേട്ടങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊരു കൈൻഡ് ഓഫ് ഗ്രേറ്റ്ഫുൾനെസ് ആണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റുട്ടീൻ ഒക്കെ കവർ ചെയ്ത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുക. നമുക്ക് കിട്ടുന്ന ഓരോ ഇതുണ്ടല്ലോ, നമുക്ക് എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ശ്വാസത്തിന് പോലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുക. എപ്പോഴും ഈ ഒരു ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഒരു സമയം വരെ നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് ഈ ഗ്രേറ്റ്ഫുൾനെസ്. ഡെയിലി നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് ഈ ഗ്രേറ്റ്ഫുൾനെസ്. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ്. അപ്പൊ നമുക്ക് എമ്പതി ഇംപ്രൂവ് ചെയ്യും. നമുക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷെ ആ പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആകും. പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും ആ പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ചെയ്യാൻ അത്രത്തോളം പറ്റുന്നത്രത്തോളം നമ്മൾ സ്ട്രോങ് ആകും. നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ആവും.
സോ നെക്സ്റ്റ് ആ പ്രോബ്ലം കുറച്ച് കുറഞ്ഞു കിട്ടും. ഈ വരുന്ന പ്രോബ്ലത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി, ഡെപ്ത് കുറഞ്ഞു വരും. ബിക്കോസ് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്കതൊരു ഇഷ്യൂ അല്ലാതായി മാറും. അപ്പൊ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. ഡെയിലി നമ്മൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഒരു ബെറ്റർ വേർഷനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു ബെറ്റർ വേർഷനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എടാ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു പറയട്ടെ. യെസ്. അതായത് ഇന്ന് ലോകം നേരിടുന്ന, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കുട്ടികളിലേക്കുള്ള പണമൊഴുക്ക്. ഈ വിദേശത്തു നിന്നും ഒക്കെ രക്ഷിതാക്കളൊക്കെ കണ്ടമാനം പൈസ മക്കൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ അവർക്ക് എമൗണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ആ പണം ഒഴുക്കാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആ പണം ഒഴുകിയിട്ട് അവൻ ചിലപ്പോൾ സ്വയം നശിക്കും, അവൻ അവന്റെ ഒപ്പമുള്ളവരെ നശിപ്പിക്കും. അത് പിന്നെ ഒരു ഫാമിലിയിലേക്ക് പോകും. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ഇപ്പം പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഇപ്പം കുട്ടിയൊക്കെ ചിലപ്പം പൈസ കൊടുക്കുന്നില്ല. പക്ഷെ അപ്പുറത്തുള്ള ചെക്കന് ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഒരു 1000 ആയിട്ടും 5000ഉം 10,000 ഒക്കെ ഇങ്ങനെ ഒഴുകി വരിക. അവന് ഇവനെന്താ വേണ്ടത് വെച്ചാൽ വാങ്ങിക്കൊടുക്കും. അത് പണ്ടൊക്കെ വെച്ചാൽ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഇന്ന് ഇപ്പൊ ഭക്ഷണത്തിന് അപ്പുറത്ത് MDMA അങ്ങനെ പല ടെൻഡൻസിലൊക്കെ പോകുന്ന കുട്ടികള്. അപ്പൊ ഈ പണം ഒഴുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികൾക്ക് എവിടെ ആയാലും, നമ്മളിപ്പോ ഇതിപ്പോ പല രക്ഷിതാക്കളും ഗൾഫിൽ നിന്നും അമേരിക്ക, നമുക്ക് സ്വയം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതേ സമയത്ത് നമ്മളെ കുട്ടികളിലേക്ക് ഒരുപാട് പണം അയച്ചു കൊടുക്കുമ്പോൾ അവരതെന്ത് ചെയ്യുന്നു, അവരതെന്ത് കഴിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അപ്പൊ അവരും സ്വയം നശിക്കുന്നുണ്ട്, അപ്പൊ അവരൊപ്പമുള്ളവരെ നശിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളിപ്പോ സമൂഹത്തിൽ ഇപ്പോ കഴിഞ്ഞ കൊലപാതക കേസുകളിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ കണ്ടത്. ഈ പണത്തിന്റെ കുട്ടികളിലേക്കുള്ള മണി ഒഴുക്ക്. അത് പല രക്ഷിതാക്കളും അവർ പറയാ അത് ഞങ്ങളെ ഇഷ്ടല്ലേ, അത് ഞങ്ങളെ ചോയ്സ് അല്ലേ. പക്ഷെ ആ ചോയ്സ് എന്ന് പറയുന്നത് അവരെ ഫാമിലിനെയും ബാധിക്കുന്നുണ്ട്, മറ്റുള്ള ഫാമിലിനെ ബാധിക്കുന്നുണ്ട്. അതാരും ചിന്തിക്കുന്നില്ല. ഇത് തടയാന്ന് പറയുന്നത് ഒരു പക്ഷെ പോലീസിനോ ഗവൺമെന്റിനോ അങ്ങനെ ആർക്കും ഇതിനൊന്നും തടയാൻ പറ്റത്തില്ല. അപ്പൊ ഓരോരോ പാരന്റ്സിനാണ് അതിന്റെ ഒരു ഹാൻഡിലാണ് ഇതുള്ളത്. കാരണം ആ പാരന്റ്സ് അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹവും ലോകവും ഒക്കെ നശിക്കും. കാരണം അങ്ങനെയാണ് അതിന്റെ പോക്ക്. അങ്ങനെയാണ് നമ്മളിപ്പം അത്യാവശ്യം നമ്മൾ എഡ്യൂക്കേഷനും നമ്മളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല റൈറ്റ് വേയിലാണ് പോകുന്നത്. നമ്മൾ ഗൾഫിലായാലും വേറെ ഏത് കൺട്രിയിലും നമ്മൾ റൈറ്റ്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രവർത്തനം കാരണം നമ്മുടെ സമൂഹത്തിൽ വലിയ ഭവിഷ്യത്താണ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോ നമ്മളെ മോട്ടിവേഷനൊക്കെ വേണ്ടി നമ്മൾ പലതും ചെയ്യും. പക്ഷെ ഈ സമയത്ത് ഞാനിപ്പോ എന്റെ മോനോ അല്ല എന്റെ മോക്കോ നാട്ടിലേക്ക് ഒരുപാട് പൈസ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയാ ഞാനോ 100% ഓക്കെ ആണ്. അതേപോലെ തന്നെ എന്റെ മോനോ മോളോ ചെയ്യണമെന്നോ ഇല്ല. അവർ ഈ ഒരു പാത്തിലായിരിക്കണം ചിന്തിക്കുന്നില്ല. അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടി നാളെ പോലീസുകാർ അവരെ പിടിക്കുമ്പോ അല്ലെ അവരെ സുഹൃത്തിനത്, അന്നേരം നമ്മൾ ചിന്തിക്കുക, അന്നേരമാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ സ്വയം ഇതുപോലത്തെ മോട്ടിവേറ്റ് ആയതുകൊണ്ടോ നമ്മൾ ഇങ്ങനത്തെ നമ്മളെ ഏത് സംഭവത്തിന് അവരാണ് നമ്മളാണ് പണം കൊടുത്തിട്ട് നമ്മളെ മക്കളെയും നമ്മളെ സമൂഹത്തെയും നശിപ്പിക്കുന്നത്. അപ്പോ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ചേഞ്ചസ് വരുത്തേണ്ടത്. നമ്മളെ നാട്ടിലേക്ക് കുട്ടികൾക്ക് പൈസ കൊടുക്കുമ്പോൾ എന്തിനാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് മോനെ നീ അത് ചെലവാക്കിയത്, എന്തിനാണ് അത് ചോദിച്ചിട്ട് നീ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, നീ ദിവസവും ഇതുപോലത്തെ മന്തി കഴിക്കരുത്, ബർഗർ കഴിക്കരുത്, അതൊക്കെ ആഴ്ചക്ക് ഒരു ദിവസമൊക്കെ പറ്റൂ. നീ വേണമെങ്കിൽ ഡെയിലി ഉച്ചക്ക് വീട്ടിൽ നിന്ന് പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ പാർസലായി കൊടുക്കുക. കാരണം അപ്പോൾ പുറത്തുനിന്ന് ഓയിൽസും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. സമയമൊക്കെ ഉള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസക്ക് അവരോട് പറയുക നിങ്ങൾ നല്ല വെജിറ്റേറിയനോ അങ്ങനത്തെ നല്ല നോർമൽ ഫുഡ് കഴിക്കുക. അവർക്കൊക്കെ ഫുഡിലൊക്കെ ഒരു ടൈം ടേബിൾ പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നിങ്ങൾ അത് അനുകരിക്കരുത്, നിങ്ങൾ ഒരിക്കലും ആ റൂട്ടിലേക്ക് നിങ്ങൾ പോരുതെന്ന് പറയാ. ഒരിക്കലും അങ്ങനെ പോരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കുന്ന കാലത്തും എന്റെ കയ്യിൽ കണ്ടമാനം പണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ആ റൂട്ടിലേക്ക് പോയിട്ടില്ല. എന്റെ ഫ്രണ്ട്സുകൾ പലതും പോകുമ്പോൾ ഞാൻ അവിടെ മാറി നടക്കുകയാണ് ചെയ്തത്. ഞാൻ അതേ സിസ്റ്റം തന്നെയാണ് എന്റെ മക്കളിലും ഒക്കെ ഞാനത് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളത് എത്രത്തോളം അപ്പൊ ഞാൻ ഒറ്റക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ മോൻ ഒരിക്കലും ആ റൈറ്റ് വേലാക്കാൻ കാര്യമില്ല. കാരണം ഇപ്പോ അവന് പുറത്തുനിന്ന് വേറെ ആൾക്കാർ എന്തെങ്കിലും MDMA എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവനൊരിക്കലും അത് സ്വീകരിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ആ ഒരു സൊസൈറ്റിയിലേക്ക് കുട്ടികളിലേക്ക് ഈ പണം ഒഴുക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് നിർത്തേണ്ടത്. ഓക്കെ, ഇതും ഞാൻ പറഞ്ഞ പോലത്തെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്.
എന്നാലും ഞാൻ അതിനുള്ള മറുപടി തരാട്ടോ. ഓക്കെ, നമ്മള് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ 3 days ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഡെയിലി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തുക. ആറ്റിറ്റ്യൂഡ്, ഓക്കെ, ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ചലഞ്ചിങ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്, ടൈം മാനേജ്മെന്റ്, ബിൽഡ് യുവർ നോളജ്, ഫിനാൻസസ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, പേർപ്പസ്, ഗ്രേറ്റ്ഫുൾ. ഈ 10 കാര്യങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റം വരും. ഓക്കെ, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടോപ്പിക്ക് ഏകദേശം മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില കാര്യങ്ങളല്ല, ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓരോന്നും ഓരോ സെഷനായിട്ട് എടുക്കാവുന്ന അത്രയുണ്ട്. അതിന്റെ വളരെ ചുരുക്കിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഇതിലും വീണ്ടും ഓരോന്നായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. സമയമുണ്ടല്ലോ, നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇന്ററാക്ഷൻ ആണ്. കുറച്ച് സമയം ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ ഈ ഒരു മറുപടി ഇപ്പൊ പറഞ്ഞ പോലെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളിൽ അതിന് വളരെ ലളിതമായിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളൂ: ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മളിലും നമ്മുടെ മക്കളിലും ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തുക, അത് ഉണ്ടാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, എന്റെ കുട്ടി അങ്ങനെ ആവില്ല, ആവാനൊന്നും ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞു, ഞാൻ അങ്ങനെ എന്റെ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ രീതിയിലാണ് മോനെ വളർത്തുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ അങ്ങനെ തെറ്റായ രീതിയിലേക്ക് പോവില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റണം. ബിക്കോസ് വി ആർ പാരന്റ്സ്. നമ്മൾ പാരന്റ്സ് ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ പോകുന്നില്ല എന്ന് ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. ആ ഉറപ്പ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ തെറ്റും ശരിയും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ നിർബന്ധമായും ഉറപ്പുവരുത്തണം. ആ ഉറപ്പ് വരുത്തുന്നതോടുകൂടി നമ്മുടെ കുട്ടികള് എന്ത് തന്നെ ഡിസ്ട്രാക്ഷൻസ് വന്നാലും ആ ഒരു രീതിയിലോട്ട് പോവില്ല. അവരുടെ ലൈഫിൽ നടക്കുന്ന ഏത് തരം കാര്യമാണെങ്കിലും നമ്മളോട് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ഫ്രീഡവും നമ്മൾ അവർക്ക് കൊടുക്കണം. ആ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കണം. ഇതാണ് അതിനുള്ള ഒരു ഇത് എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നുണ്ട്, ഓക്കെ, എന്റെ കുട്ടി ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. സമൂഹം എങ്ങനെയോ പോയിക്കോട്ടെ, നമ്മളാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. വി ആർ ദ പാരന്റ്സ് ഓഫ് അവർ ചിൽഡ്രൻ. അപ്പോ അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നോ അത് നമ്മളാണ് അലൈൻ ചെയ്തു അവർക്കൊരു ധാരണ കൊടുക്കേണ്ടത്. തെറ്റും ശരിയും ധാരണ പറഞ്ഞു, ഒരു ശരിയായ ധാരണ വെച്ചു കൊടുക്കുക. then അവർ തീരുമാനിക്കട്ടെ തെറ്റാണോ ശരിയാണോ അവർക്ക് വേണ്ടത്. അതിന്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ. നമ്മളും ആ ഒരു രീതിയിൽ പോവുക. നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്, നമ്മളും ആ രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ നമ്മുടെ മക്കൾ പെട്ടെന്നൊന്നും അങ്ങനെ വഴിതെറ്റി പോവൊന്നുമില്ല. കയ്യിൽ കുറച്ച് ക്യാഷ് അധികം കിട്ടിയാലും അതെങ്ങനെ ചെലവാക്കണം എന്നുള്ള ധാരണ അവർക്ക് ഉണ്ടാവും. അവരത് അങ്ങനെ കൊണ്ടേ ഒഴുക്കി കളയില്ല. ബിക്കോസ് അവർക്ക് അവർ ട്രെയിൻഡ് ആണ് അതിന്. നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് അവരെ വളർത്തിയിട്ടുള്ളത്. നമ്മൾ ആ രീതിയിലാണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അത് ഓരോരുത്തരും ആ ഒരു രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ മക്കളും ഈ ഒരു പ്രശ്നം തീരും. ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഈ ഒരു സംഭവങ്ങൾ ആയതുകൊണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എന്റെ കുട്ടി ഇനി കഷ്ടപ്പെടരുത്, എന്റെ കുട്ടിക്ക് ഞാൻ എല്ലാം എത്തിച്ചു കൊടുക്കും, ഒരു കുട്ടി ഒന്നും അറിയരുത്, ഞാൻ ചെറുപ്പത്തിൽ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ വളർന്നേ. 2K കിഡ്സിനെ തന്നെ അൽഫയും ജെൻസിയെയും എല്ലാവരും അവർ മുഴുവനായിട്ട് നശിച്ചു പോയി എന്ന് പറയുന്നവരോട് ഈ ജെൻ ആൽഫയും ജെൻസിയെയും ക്രിയേറ്റ് ചെയ്യുന്നത്, അവരെ വളർത്തുന്നത് 90s കിഡ്സും 80s കിഡ്സും ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലപ്പുറത്തോട്ടുള്ള നമ്മളായിട്ടുള്ള പാരന്റ്സ് ആണ് നമ്മൾ വളർത്തുന്നത്. നമ്മുടെ മക്കളാണ് അവരൊറ്റയ്ക്ക് വളർന്നു വരികയല്ല, നമ്മൾ വളർത്തിയത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മളാണ് എന്ത് ചെയ്യുന്നുണ്ട്, അവരങ്ങനെ വളർത്തിയിട്ടുള്ളത്. നമുക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അവർക്ക് തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് കൊടുക്കുക, അവരെ ട്രസ്റ്റ് ചെയ്യുക, ഓൾവേസ് അവരെ വാച്ച് ചെയ്യുക. അവർക്ക് ഏത് തരം വിഷയമാണെങ്കിലും നമ്മളോട് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്.
യെസ്, എപ്പോഴും മക്കളെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിരിക്കുക. എന്റെ മകൻ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന അവർക്ക് എന്താവും എനിക്ക് അറിയില്ല. അങ്ങനെയല്ല, എന്റെ മക്കളാണ്, ഞാനാണ് അവരെ വളർത്തുന്നത്. ഞാൻ നല്ലതും തെറ്റും ശരിയും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സോ അവര് നശിച്ചു പോവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അവരുടെ മുന്നിലും ആ ഒരു ട്രസ്റ്റ് കാണിക്കുക. അപ്പൊ അവർക്കും ഒരു വിശ്വാസം ഉണ്ടാവും, എന്നെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ തെറ്റിലോട്ട് പോയാലും പോവില്ല. കാരണം ബിക്കോസ് അവർക്ക് എന്നോട് ഒരുപാട് വിശ്വാസമുണ്ട്. ഞാൻ ആ വിശ്വാസം തകർക്കുന്നത് ശരിയല്ല. അതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവര് കുറെയൊക്കെ അവർ ഓക്കെ ആയിരിക്കും. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കും കുറെ ട്രോമാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറെ മാറി കിട്ടും. നമ്മളിതൊക്കെ കടന്നു കഴിഞ്ഞിട്ടല്ലേ പാരന്റ്സ് ആയേ. നമ്മള് കുട്ടികളായിരുന്നല്ലോ. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളെല്ലാം അവർക്ക് കൊടുക്കണം. ഇന്ന് സമൂഹത്തിൽ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എല്ലാ കുട്ടികളുടെ കയ്യിലും ക്യാഷ് ഉണ്ട്. സോ ഞാൻ എന്റെ കുട്ടിക്ക് ക്യാഷ് കൊടുക്കില്ല, അങ്ങനെയല്ല. നമ്മളത് കൊടുക്കണം. അത് കൊടുത്തിട്ട് അത് എങ്ങനെ ചെലവാക്കണം എന്ന് അവരെ പഠിപ്പിക്കണം. രണ്ടും നമ്മൾ ചെയ്യണം. ഇത് കൊടുക്കും വേണം, അതെങ്ങനെ ചെലവാക്കണം, അതെന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാം അവരറിയണം. ഈച്ച് ആൻഡ് എവരിത്തിങ് അവരറിയണം. ഇതെങ്ങനെ വരുന്നു, ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നെല്ലാം മനസ്സിലാവണം. ഇതെങ്ങോട്ട് പോകുന്നു, ഇതുകൊണ്ടുള്ള നഷ്ടം, ലാഭം എല്ലാം അവരറിയണം. ആൾ കൈൻഡ് ഓഫ് ഇമോഷൻസ് എല്ലാം അറിഞ്ഞുകൊണ്ട് മക്കളെ വളർത്തണം. ഒന്നും അറിയാതെ കൊണ്ടുപോയി വളർത്തി പിന്നെ അവർക്ക് എല്ലാം നേടുമ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എന്റെ കുട്ടി കഷ്ടപ്പെടരുത്, അങ്ങനെയല്ല. സോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം അവിടെ അങ്ങനെ തീർക്കാൻ പറ്റും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഐ മീൻ റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓക്കെ, താങ്ക് യു. 7:30 ആയിട്ടുണ്ട്. നമ്മുടെ ടൈം ഏകദേശം തീർന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മൾ ഇനിയും കാണും. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഇതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ ഡൗട്ട്സ് എന്നോട് ചോദിക്കാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോടും പറയാം. ഇന്ററാക്ഷൻ അല്ലേ? ലൈവ്ലി ആയിട്ട് മുന്നോട്ട് പോവാം. Okay, thank you for hearing me. Thank you for your active listening. Have a wonderful day. Have a nice day. Thank മറ്റൊരു you. ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ. Thank you so much. Thank you, ma'am. Thank you, ma'am. Love it. Thank you, ma'am. Very wonderful and useful class. Thank you. Assalamualaikum. സുബൈദ മാം, അസ്സലാമു അലൈക്കും. Waalaikumsalam warahmatullahi wabarakatuh. എന്തൊക്കെ വിശേഷം? നല്ലത്, അൽഹംദുലില്ലാ. Okay, thank you. നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ. ബൈ.